ഫിലിം ഗാരേജിന്റെ ഇന്നത്തെ സിനിമ വാർത്തകളിലേക്ക് ഇവർക്കും സ്വാഗതം. കഴിഞ്ഞ ഒരുപാട് മാസങ്ങളായിട്ട് നാം കേട്ടുകൊണ്ടിരിക്കുന്ന മലയാളത്തിലെ ബിഗ് ബഡ്ജറ്റ് മൾട്ടി സ്റ്റാർ മഹേഷ് നാരായണൻ സിനിമയ്ക്ക് അങ്ങനെ പേരായിരിക്കുകയാണ്. AJFCMMN എന്നായിരുന്നുവല്ലോ സിനിമയ്ക്ക് വർക്കിംഗ് ടൈറ്റിൽ. ഇപ്പോഴത്തെ സിനിമയുടെ യഥാർത്ഥ ടൈറ്റിൽ, ഒഫീഷ്യൽ ആയിട്ടുള്ള ടൈറ്റിൽ പേട്രിയറ്റ് എന്നാണെന്നാണ് ഇന്ന് വന്നിരിക്കുന്ന പ്രധാനപ്പെട്ട റിപ്പോർട്ട്. ശ്രീലങ്ക ടൂറിസം പേജാണ് കഴിഞ്ഞ ദിവസം ഈ ഒരു ടൈറ്റിൽ പുറത്തുവിട്ടിരിക്കുന്നത്. എന്തായാലും ഇത് തന്നെയാണോ സിനിമയുടെ ടൈറ്റിൽ എന്ന് ഇനി ഒഫീഷ്യലായിട്ട് സ്ഥിരീകരിക്കണം. ഒഫീഷ്യൽ ടൈറ്റിൽ പ്രഖ്യാപനത്തിനായിട്ട് നമുക്ക് കാത്തിരിക്കാം. അപ്പോൾ മമ്മൂട്ടി മോഹൻലാൽ കോംബോ വർഷങ്ങൾക്ക് ശേഷം ഒരുമിക്കുന്ന സിനിമയ്ക്ക് പേട്രിയറ്റ് എന്ന് പേരായിരിക്കുകയാണ്. ഇന്ത്യൻ സിനിമയിലെ അടുത്തൊരു ഹൊറർ സിനിമയാണ് ദി രാജാ സാബ്. ചിത്രത്തിൽ പ്രഭാസ് നായകനായി എത്തുന്നു. സിനിമയുടെ ടീസർ ഇന്ന് രാവിലെ റിലീസായിരിക്കുകയാണ്. ഹൊറർ സിനിമയായിട്ട് വരാനിരിക്കുന്ന സിനിമ ഡിസംബർ 5 തിയേറ്ററുകളിലേക്ക് എത്തും. ചിത്രത്തിന്റെ ടീസർ ഇതിനോടകം തന്നെ തരംഗമായി യൂട്യൂബിൽ മുന്നേറുന്നു. മലയാളം ഭാഷയിൽ ഉൾപ്പെടെ പ്രഭാസിന്റെ അടുത്ത സിനിമയുടെ ടീസർ യൂട്യൂബിൽ ലഭ്യമാണ്. അഞ്ചാൻ സൂര്യ നായകനായി എത്തിയ തമിഴ് സിനിമയാണല്ലോ. വർഷങ്ങൾക്ക് മുന്നേ തിയേറ്ററുകളിലേക്ക് എത്തിയ സൂര്യയുടെ അണ്ടർറേറ്റഡ് സിനിമ എന്നൊക്കെ ഇപ്പോഴും പലർക്കും അഭിപ്രായമുള്ള സിനിമ ഇപ്പോഴത്തെ റിലീസിനായിട്ട് ഒരുങ്ങുന്നു. ആദ്യം കണ്ട വെർഷൻ ആയിരിക്കില്ല, മറിച്ചൊരു എഡിറ്റഡ് വെർഷനാണ് അഞ്ചാന്റേതായിട്ട് തിയേറ്ററുകളിലേക്ക് റിലീസിനായിട്ട് എത്തുന്നത്. എപ്പോഴാണ് റിലീസ് എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. കരാട്ടെ ചന്ദ്രൻ ഫഹദ് ഫാസലിനെ നായകനാക്കി ഭാവന സ്റ്റുഡിയോസ് നിർമ്മിച്ച് വരാനിരിക്കുന്ന സിനിമയാണല്ലോ. സിനിമയുടെ ഷൂട്ടിംഗ് അപ്ഡേറ്റ് വന്നിരിക്കുന്നു. അതുപ്രകാരം ഈ വർഷം ഒക്ടോബറിൽ സിനിമയുടെ ഷൂട്ടിംഗ് ആരംഭിക്കും. 60 ദിവസങ്ങൾ കൊണ്ട് കോട്ടയം പശ്ചാത്തലമാക്കിയായിരിക്കും സിനിമയുടെ ഷൂട്ടിംഗ് നടക്കുക. പാച്ചുവും അത്ഭുത വിളക്കും എന്ന സിനിമയ്ക്ക് ശേഷം അഖിൽ സത്യന്റെ സംവിധാനത്തിൽ നിവിൻ പോളി നായകനായി എത്തുന്ന സിനിമ ഇനിയും പേരിട്ടിട്ടില്ലാത്ത എന്നാൽ അൺഒഫീഷ്യൽ ടൈറ്റിൽ പ്രകാരം ഗോസ്റ്റ് സ്റ്റോറി എന്ന റിപ്പോർട്ടുകളുള്ള സിനിമയുടെ ഷൂട്ടിംഗ് ഇപ്പോഴത്തെ ചോറ്റാനിക്കരയിൽ നടക്കുകയാണ്. ഈ സിനിമയുടെ റിലീസ് അപ്ഡേറ്റ് പുറത്തു വരുമ്പോൾ ഈ വർഷം അവസാനം ഡിസംബറിലെ ക്രിസ്മസ് റിലീസായിട്ട് ചിത്രം തിയേറ്ററുകളിലേക്ക് എത്തുമെന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ട്. കിങ്ഡം വിജയ് ദേവരകൊണ്ട നായകനായി എത്തുന്ന സിനിമയാണ്. ചിത്രം ജൂലൈ 25 തിയേറ്ററുകളിലേക്ക് എത്തും. ഈ പാൻ ഇന്ത്യൻ സിനിമയുടെ കേരള വിതരണാവകാശം ഇപ്പോഴത്തെ ദുൽഖറിന്റെ വിതരണ കമ്പനി സ്വന്തമാക്കിയിരിക്കുകയാണ്. കാന്ത ദുൽഖറിന്റെ തിയേറ്ററുകളിലേക്ക് എത്താനിരിക്കുന്ന അടുത്ത ഇന്ത്യൻ സിനിമയാണല്ലോ. ചിത്രത്തിന്റെ ഏറ്റവും പുതിയ തിയേറ്റർ ചാർട്ട് ചെയ്യപ്പെട്ട റിലീസ് തീയതി വന്നിരിക്കുന്നു. ഓഗസ്റ്റ് 1 കാന്ത തിയേറ്ററുകളിലേക്ക് എത്തും. സിനിമയുടെ അടുത്ത അപ്ഡേറ്റുകൾ കേട്ട് കാത്തിരിക്കാം.